സാൻഡ് സ്ലൈഡിങ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയാണ്. സി എനി ടൈം ഓൾറെഡി അവലാഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഏരിയ മുഴുവൻ അല്ലേ? അവലാഞ്ച് ഇടിഞ്ഞു വീണ് പലപ്പോഴും ആക്സിഡൻസ് ഉണ്ടാകുന്ന ഏരിയ ഇതല്ല, മുഴുവനും വന്ന് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ നോക്കി പലപ്പോഴും ഡേഞ്ചർ സിറ്റുവേഷനാണ്. ഇവിടെ ഒത്തിരി വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ള ഏരിയയാണ്. വൈൽഡ് ആനിമൽസ് അവിടെ വൈൽഡ് ആനിമൽസിനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ അത് കാണാൻ സാധിക്കും. പല വൈൽഡ് ആനിമൽസ്, മാനെ, മറ്റു പല മൃഗങ്ങളും ഇവിടെ ഉണ്ട്. അതൊരു നേച്ചർ റിവർ. ഇവിടെ ഈ റിവർ കണ്ടില്ല, വളരെ സുഖമാണ് വാട്ടർ. ആനിമൽസ് ഒക്കെ ഒന്നുകൂടി വെള്ളം കുടിക്കുകയും ചെയ്യും ഇവിടെ വന്ന്. അതുപോലെ രണ്ട് സൈഡിലും ഹില്ലും ഫോറസ്റ്റും ഇടയ്ക്കുള്ള ഒരു റിവറാണ് ഈ കാണുന്നത്. ഇവിടെ ഒത്തിരി ഇപ്പോൾ RVs കണ്ടില്ലേ? RVs ഇത് കൊടുത്തിട്ട് ക്യാമ്പിങ് താമസിക്കാൻ കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അതുപോലെ RV താമസിക്കാൻ സാധിക്കും. ഇനിയും ഏകദേശം 16-20 കിലോമീറ്ററുണ്ട് ഞങ്ങളുടെ സ്ഥലത്തെത്താൻ. കൊണ്ട് ഇവിടെ നോക്കി ചെറിയ ചെറിയ വീടുകളുണ്ട്. വേണ്ട ഈ ഇവിടെ വാടകയ്ക്ക് റെന്റിന് കിട്ടാനുള്ള വീടുകളൊക്കെ ഉണ്ട്. കൂടുതൽ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെ റിട്ടയർ ചെയ്ത ആൾക്കാർ ചിലപ്പോഴും താമസിക്കും വളരെ നേച്ചർ എൻജോയ് ചെയ്യാൻ വേണ്ടി. സിറ്റി ലൈഫൊക്കെ വിട്ട് നേച്ചർ എൻജോയ് ചെയ്യുക, നല്ല ബ്യൂട്ടിഫുൾ അന്തരീക്ഷം എൻജോയ് ചെയ്യുക, നല്ല വെതർ എൻജോയ് ചെയ്യുക, നല്ല ബ്രീത്ത്, നല്ല വായു എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് എ ഗുഡ് തിങ്.